വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഇന്ന് കൊടുത്തൊരു വാർത്തയുണ്ട്. അതായത് ബംഗ്ലാദേശിൽ ഇപ്പൊ നിരന്തരം ഭീകരാക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുക. ഒരു കോക്സ് ബസാറിൽ ഒരു വ്യോമസേനാ താവളം ആക്രമിക്കപ്പെട്ടു. അത് ആരാണ് ആക്രമിച്ചതെന്ന് അറിയില്ല. അവിടെയുള്ള പൗരന്മാരാണ് ആക്രമിച്ചതെന്ന് അവർ ആദ്യം പറഞ്ഞു. പക്ഷെ അവരെ കൊണ്ട് അത് ആക്രമിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പകൽ പോലുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് ആക്രമിച്ചു കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞാണ് ആ വാർത്ത പുറത്തു വന്നതെന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞ് സജീക്ക് വാലി, അവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. 96 കോട്ടേജുകളാണ് കത്തി നശിച്ചത്. ആ വാലി പൂർണ്ണമായിട്ടും കത്തി നശിച്ചു എന്ന് പറയുന്നു. അതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പല ആൾക്കാരും പറയുന്നത് പാകിസ്ഥാൻ ആർമിയും ജിഹാദിസ്റ്റുകളുമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് സ്വാഭാവികമായിട്ട് നടന്നൊരു തീപിടുത്തമാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള വാദങ്ങളുമുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്, അത് ഒരു റിപ്പോർട്ട് തന്നെയാണ്. അതായത് ഒരു ബോംബ് ബ്ലാസ്റ്റ് ബംഗ്ലാദേശില് കപ്പൈന ബാങ് ജാങ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിലുള്ള ബർഖോറിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഈ ബർഖോറിയയിൽ നടന്നിരിക്കുന്ന ഈ പ്രദേശത്ത് ജിഹാദിസ്റ്റുകൾ, അൻസർ അൽ ഇസ്ലാമിന്റെ ജിഹാദിസ്റ്റുകളും AI അൽ ഖ്വയ്ദയുടെ ലോക്കൽ ഫ്രാഞ്ചൈസും അവര് അവര് IED ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ IED എന്ന് പറഞ്ഞാൽ സ്ഫോടക ശേഷിയുള്ള ബോംബ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഈ ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. എത്ര പേര് മരിച്ചെന്നറിയില്ല, ഇനി മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവിടെ ആരാണ് ബോംബ് ബ്ലാസ്റ്റ് നടത്തിയെന്നറിയില്ല. ആകപ്പാടെ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ബോംബ് ഉണ്ടാക്കുന്നത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാനായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വരുന്നത്. പോരാത്തതിന് ഇതിൽ വേറൊരു സുപ്രധാനമായിട്ടുള്ള വാർത്തയുണ്ട്. ബംഗ്ലാദേശി മാധ്യമമായിട്ടുള്ള ബ്ലിറ്റ്സിന്റെ തലവനായിട്ടുള്ള സലാഹുദ്ദീൻ ഷോയബ്, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ മീഡിയ ഔട്ട്ലെറ്റ്സ് ഇൻ ദ കൺട്രി ആർ ആസ്ക്ഡ് ടു ബ്ലാക്ക് ഔട്ട് ദിസ് ഇൻസിഡന്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഇൻസിഡന്റ് നിങ്ങൾ വലിയ അറ്റൻഷൻ ഒന്നും കൊടുക്കണ്ട, അതായത് അത് നടന്നു, ഇനി അതങ്ങനെ ഇരുന്നോട്ടെ എന്നാണ് അവിടെ സർക്കാരിന്റെ മീഡിയാസിനോടുള്ള ഒരു ഉപദേശം എന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു, അജ്ഞാതനാണോ ഇനി അവിടെ ബോംബ് ബ്ലാസ്റ്റിന് പിന്നിൽ? അല്ല, ഈ ബംഗ്ലാദേശിന്റെ ക്രമസമാധാന നില തകർന്നു എന്ന് കഴിഞ്ഞ ദിവസം അവിടെ കരസേനാ മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു. പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതിർത്തി അത്ര സുഖകരമല്ല എന്ന്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷിതമാക്കേണ്ടത് ഇന്ത്യയുടെ ജോലിയാണ്, ഇന്ത്യയുടെ കർത്തവ്യമാണ്. ഇല്ലെങ്കിൽ നമുക്കത് ചെയ്തേ മതിയാവും. ബംഗ്ലാദേശിൽ എന്ത് സംഭവിക്കുന്നു, അവർ പട്ടിണി കിടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അവർ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നോക്കേണ്ട കാര്യമല്ല. നമ്മുടെ രാജ്യത്തിന് പ്രധാനം നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായി ഈ US അധികാരം ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഈ പാകിസ്ഥാനികൾക്ക് വിസ ഇതിൽ ചില നിയന്ത്രണങ്ങൾ ഒക്കെ എടുത്തു കളയുകയും വിസ സ്വതന്ത്രമാക്കുകയും ചെയ്തു. അത് പ്രകാരം ഈ ISIS ഭീകരന്മാർ യഥേഷ്ടം വന്ന് ബംഗ്ലാദേശിൽ ലാൻഡ് ചെയ്യുകയും അവർ അവിടൊക്കെ ഈ ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തു. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആക്രമണം നടത്തുക, അതിനുശേഷം ബംഗ്ലാദേശിലേക്കോ അതുവഴി പാകിസ്ഥാനിലേക്കോ അവർക്ക് എളുപ്പം പോകത്തക്ക രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ വിസ നിയമങ്ങൾ ഇളവ് വരുത്തിയിരിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ അവർക്ക് ബംഗ്ലാദേശിൽ കറങ്ങി നടക്കാൻ കഴിയും. അവിടെ നിന്ന് ഇന്ത്യയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കി തിരിച്ചു വന്നിട്ട് ബംഗ്ലാദേശ് വഴി വീണ്ടും അവർക്ക് പാകിസ്ഥാനിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അവരവിടെ അത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അനവധി പാകിസ്ഥാനികൾ നിലവിൽ ബംഗ്ലാദേശിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ അവര് നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലും ജില്ലകളിലും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ BSF പിടിച്ചെടുത്തിട്ടുണ്ട്. അറബിയിലും ഉറുദുവിലും ഒക്കെ ആയിരുന്ന കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ സർക്കാർ കൂടുതൽ വിജിലന്റ് ആണ്, നമ്മുടെ സേന കുറച്ച് വിജിലന്റ് ആണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ബംഗ്ലാദേശിന്റെ സൈനിക മേധാവി ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നു. അതിനിടയിൽ അരക്കൻ ആർമി ഒരു ഭാഗത്ത് നിന്ന് പണി നടക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറയുന്നവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ത്യയെ പോലൊരു രാജ്യം അവരുടെ സുരക്ഷിത മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് ബദലാകാൻ കഴിയും എന്ന് കരുതുന്നവരെ അവര് തീർച്ചയായും ഒരുപക്ഷെ ഇല്ലാതാക്കാം. കാരണം ഇന്ത്യയെ പോലെ ശക്തമായ രാജ്യം ഇസ്രായേലിന്റെ പാത പിന്തുടർന്നാണ് പലപ്പോഴും ഈ ടെറർ അറ്റാക്കുകൾക്ക് ഇപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ടെററിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കുന്ന രീതിയല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഒരു ഇസ്രായേൽ പാത തന്നെ പിന്തുടർന്നാണ്. ഇപ്പൊ നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് നമ്മുടെ സൈന്യത്തിന്റെ ഓപ്പറേഷനുകളും മറ്റും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് കറക്റ്റ് ഇസ്രായേലിന്റെ ഒരു രീതിയിൽ തന്നെയാണ്. നേരെ പോവുക, അവരുടെ മടയിലേക്ക് എത്തുക, അവരുടെ റൂട്ട് അറുത്ത് പോകുന്ന രീതിയിലാണ്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല, ഇപ്പോൾ ആ രീതിയിലാണ്. അതായത് ഭീകരന്മാർ വെടിവെച്ചിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സൈന്യം ചെയ്യുന്നത് ആ ഒരു പ്രദേശം മുഴുവൻ അരിച്ച് പെറുക്കി റൂട്ടുകൾ ക്ലിയർ ചെയ്ത് പോവാണ്. അത് തദ്ദേശവാസികൾ ആരെങ്കിലും പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോഴേ പിടിച്ചകത്ത് കൊണ്ടുപോവാണ്. അതായത് ആ ഒരു റൂട്ട് ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതുപോലെ തന്നെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നമുക്ക് റൂട്ട് കടന്ന് അകത്ത് നിന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമേ അല്ല. കാരണം അത്തരത്തിൽ ഒരു വലിയ ശക്തമായ രാജ്യമൊന്നുമല്ല ബംഗ്ലാദേശ്.
പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ അനവധി പേര് ബംഗ്ലാദേശിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദിനം പ്രതി യാത്ര ചെയ്യുന്നതാണ്. ഇനിയിപ്പോ ഒരു അജ്ഞാതനല്ല, ഒരു 10,000 അജ്ഞാതനെ അങ്ങോട്ട് ഒരു ദിവസം തന്നെ നമുക്ക് വിടാൻ കഴിയും. കാരണം ഇതൊക്കെ നമ്മുടെ അതിർത്തി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിംഗ് ഉള്ളതാണ്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അവിടുന്ന് ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് വരുന്നത് പോലെ ഇവിടുന്ന് ബംഗ്ലാദേശിലേക്ക് ഇന്ത്യക്കാർ പല കാര്യങ്ങൾക്കായി പോകുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാം, നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അജ്ഞാതൻ എന്നുള്ള ഒരു തിയറിക്ക് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. അജ്ഞാതൻ തന്നെയല്ല ഇന്ത്യക്ക് വേണമെങ്കിൽ. കാരണം ഇതിനു മുമ്പ് നമ്മളെ ഈ മ്യാൻമാറിന്റെ അതിർത്തി കടന്ന് അടിച്ചിട്ടുണ്ട്, ബർമയുടെ അതിർത്തി കടന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അടികൾ നമ്മൾ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് പറയുന്നത്, ബംഗ്ലാദേശിന്റെ അതിർത്തിയും നമ്മൾ പലപ്പോഴായിട്ട് ഇതുപോലെ കുറച്ച് കിലോമീറ്റർ അകത്ത് കയറി നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ആ രീതിയിലല്ല നമ്മൾ കാണാൻ ഇതിന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ആംഗിളിലാണ്. കാരണം ബംഗ്ലാദേശ് ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. കാരണം അവിടെ റെയിൽവേ ജീവനക്കാർ പണിമുടക്കി, ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻകാർ പണിമുടക്കിയിരിക്കുന്നു, വൈദ്യുതി ഇല്ലാതിരിക്കുന്നു, വെള്ളമില്ലാതിരിക്കുന്നു, ഭക്ഷണമില്ലാതിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ ഈ നിലയിലേക്ക് എത്താൻ ഏതാണ്ട് ഒരു 10-60 കൊല്ലം അവർക്ക് വേണ്ടി വന്നു. പക്ഷെ ബംഗ്ലാദേശിന് ഈ നിലയിലേക്ക് എത്താൻ കേവലം 7 മാസം പോലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇവിടെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണ് ഇത് ബംഗ്ലാദേശിന്റെ, അതായത് ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കും. ഇതും കരസേനാ മേധാവി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഭരണകൂടത്തിന് മുകളിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു, ഇത് കണ്ടു നിൽക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് അവിടുത്തെ കരസേനാ മേധാവി പറഞ്ഞതും ഈ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ ബോംബുണ്ടാക്കിയ ഇവിടെ നടന്ന ഈ സ്ഫോടനം സ്വാഭാവികമായ സ്ഫോടനമാകാം, ഇല്ല എങ്കിൽ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ പൊട്ടിത്തെറിച്ചതാകാം, ഇരു ഭീകര സംഘടനകൾ തമ്മിലുള്ള. ഇതുമല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു രാജ്യത്തിന്റെ അജ്ഞാത കരങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കാനും സാധ്യതകൾ ഏറെയാണ്. കാരണം ഒരു രാജ്യവും തൊട്ടപ്പുറത്തിരുന്ന് നമ്മളെ എറിയാനുള്ള ബോംബ് പൊട്ടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കില്ല. കാരണം ഇന്ത്യയെ പോലെ ശക്തമായ ഇന്ത്യൻ സംവിധാനമുള്ള ഒരു രാജ്യം, ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗമുള്ള ഒരു രാജ്യം, ശക്തമായ സൈന്യമുള്ള ഒരു രാജ്യത്തിന് അത് ഒരിക്കലും കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. മുൻപായിരുന്നെങ്കിൽ ഇന്ത്യ അത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഇന്നത് സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത വളരെ കൂടുതലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പം ഈ മുഹമ്മദ് യൂനുസിനെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു, അദ്ദേഹം നാട് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ളത്. എനിക്ക് ന്യൂസ് ഇന്ത്യ മലയാളത്തിലടക്കം ആ വാർത്ത വന്നിരുന്നു എനിക്ക് തോന്നുന്നു. അദ്ദേഹം നാട് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത. അതായത് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അദ്ദേഹം നാട് വിട്ടാലും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അധികം രാജ്യങ്ങളൊന്നും തന്നെ മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം മലേഷ്യ ട്രൈ ചെയ്തിരുന്നു. മലേഷ്യക്ക് വലിയ താല്പര്യമില്ല. കാരണം മലേഷ്യ ഇപ്പോൾ ഇന്ത്യയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ല. ഒപ്പം തന്നെ ഇന്തോനേഷ്യക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഖത്തറിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തർ നാറ്റോ രാജ്യത്തിന്റെ സഖ്യകക്ഷിയാണ്. ഖത്തർ അല്ല, ഈ പറയുന്ന പിന്നെ തുർക്കിയിലേക്ക് പോകാമെന്ന് കരുതി തുർക്കിയിലേക്ക് പോകാൻ അവര് നാറ്റോയുടെ ഭാഗമാണ്. അവിടെ പോകുക അത്ര സേഫ് അല്ല. ഖത്തറിലേക്ക് പോകാന്ന് വെച്ചാൽ ഖത്തർ ഒരുപക്ഷെ അഭയം കൊടുത്തേക്കുമായിരിക്കും. പക്ഷെ എത്ര നാളെന്ന് പറയാൻ കിട്ടും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ട്രംപിന്റെ കണ്ണിലെ കരടാണ്, അമേരിക്കയുടെ കണ്ണിലെ കരടല്ല. അമേരിക്ക ആയിരുന്നല്ലോ അവർക്ക് ഈ യുഎസിനെ അധികാരത്തിൽ ഏറ്റിയത്. ഇപ്പൊ ട്രംപ് വന്നിരിക്കും. ട്രംപിന്റെ വ്യക്തിപരമായി ട്രംപിന്റെ കണ്ണിലെ കരടാണ് ഈ പറയുന്ന യൂനുസും അദ്ദേഹത്തിന്റെ മകൾ മോണിക്ക യൂനുസും. അത് ട്രംപ് ഇപ്പൊ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ യൂനുസിനെതിരെ വാളെടുത്തിരിക്കുന്നത്. കാരണം ട്രംപ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നിന്നത് മുതൽ അച്ഛനും മകളും മാറി മാറി ട്രംപിന് പണി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ട്രംപ് എന്തായാലും ഒരു പ്രതികാരം കിട്ടാതിരിക്കുന്നത്. കാരണം ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് ഓടിച്ചിട്ട് പണിയുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഇപ്പൊ യൂനസ് അനുഭവിക്കുന്നത്. യൂനസിന്റെ നല്ല കാലത്തോ കഷ്ടകാലത്തോ ട്രംപ് അവിടുത്തെ പ്രസിഡന്റ് ആയപ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിട്ട് ഇടക്കാല സർക്കാർ ഉപദേഷ്ടാവായിട്ട് യൂനസ് വരികയും ചെയ്തു. നല്ല കാലോ കഷ്ടകാലോ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹം ആ നോബൽ സമ്മാനം ജേതാവായിട്ട് ഇരുന്നിരുന്നെങ്കിൽ വലിയ കുഴപ്പം വരില്ലായിരുന്നു. ഇപ്പൊ ഏതാണ്ട് മകളെ പൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അവിടെ ട്രംപ് ഒരു വഴിക്ക് നീക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടാകും, ഇത് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ട്രംപ് ചെയ്യുന്നതാണ്. ഒരിക്കലും ട്രംപിനെ നമ്പിക്കൊണ്ട് ഇന്ത്യക്ക് പോകാനേ കഴിയില്ല. കാരണം ട്രംപ് എന്ന് പറയുന്ന ആ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസിഡന്റ് ആണ്. ഇന്ന് പറയുന്നതല്ല അദ്ദേഹം നാളെ പറയുന്നത്. എന്തായാലും നരേന്ദ്രമോദി ട്രംപിനെ നമ്പിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു, ട്രംപിന് നാളെ കാൽക്കീഴ് വീഴുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ വന്നൊരു മനുഷ്യൻ 4 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനാണ് ട്രംപ്. നരേന്ദ്രമോദി കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ രാജ്യം ഭരിക്കുന്നു. ഈ നരേന്ദ്രമോദിയുടെ കാലാവധി തീരാൻ ഇനി വർഷം 2029. അതിനു മുമ്പ് തന്നെ അമേരിക്ക തെരഞ്ഞെടുപ്പ് വരും. 4 വർഷമാണ് അവിടെ കാലം. അപ്പം ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ബംഗ്ലാദേശിനെ നോക്കിക്കാണേണ്ടത്. ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ബംഗ്ലാദേശ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമല്ല, ഈ ഒരു അവസരം സ്വാഭാവികമായി തന്നെ ഭീകര സംഘടനകൾ മുതലെടുക്കും. ബംഗ്ലാദേശിൽ അവർ തഴച്ചു വളരുന്നതിനും കൂടുതൽ ബ്ലാസ്റ്റിങ്ങിനും സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ അവിടെ കടന്നു കയറി അവർക്ക് ഇന്ത്യക്ക് ഒരു ദോഷം വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പൂർണ്ണമായി തകർത്ത് കളയാൻ നമ്മുടെ രാജ്യത്ത് യാതൊരു മടിയും ഉണ്ടാകില്ല. കാരണം പാകിസ്ഥാൻ പോലല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ് ബംഗ്ലാദേശിൽ ചെയ്യുക എന്നുള്ളത്. മൂന്നാമതൊരു കാര്യം, ഇതൊന്നും പോകില്ല, അധികം വൈകാതെ തന്നെ ബംഗ്ലാദേശ് പട്ടാള ഭരണത്തിലേക്ക്
അമരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബംഗ്ലാദേശ് ഉടനെ തന്നെ പട്ടാള ഭരണത്തിലേക്ക് പോകുമെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു വാർത്ത അവിടെ നിന്ന് പുറത്തു വരുന്നത് ബംഗ്ലാദേശിന്റെ, അത് നമ്മൾ ഇന്നലെ കൊടുത്തതാണ്, കരസേനാ മേധാവിയെ ബംഗ്ലാദേശ് കരസേന വഖാറുസ്സമാൻ ഈ യൂനിസിനെ തട്ടാൻ ഒരു പദ്ധതി ഇടുന്നു എന്ന് പറഞ്ഞ്, അതിപ്പോ നമുക്കത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അത് കൊടുത്തത്. ഈ വഖാറുസ്സമാൻ ഈ ഷെയ്ഖ് ഹസീനയുടെ അടുത്ത ബന്ധുവാണല്ലോ, അടുത്ത ആളായതുകൊണ്ട് തന്നെ ഇയാളെ അതിൽ ആ കരസേനാ മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ യൂനിസ് പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. അതുകൊണ്ട് ഇയാൾ യൂനിസിനെ തന്നെ തട്ടാൻ ഒരു ശ്രമം ഇട്ടു എന്ന് മാധ്യമങ്ങൾ അവിടെ പറഞ്ഞു വരുത്തി ഇയാളെ പുറത്താക്കാനുള്ള ഒരു ഗൂഢ നീക്കമാണോ എന്നുള്ളത് കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ബംഗ്ലാദേശിൽ ഭീകരാക്രമണം ഇപ്പോൾ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ വഴിയെ ബംഗ്ലാദേശ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകര സംഘടനകളോടെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.